ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിന് സ്വാഭാവിക മരണമാണ് സംഭവിച്ചിരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനി ഫോറൻസിക് റിപ്പോർട്ട് വേറെ വരാനുണ്ട്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് നാളെ മഹാസമാധി ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹിന്ദു സംഘടനകളും മക്കളും എല്ലാം കൂടി ചേർന്നിട്ട്. മക്കൾ പറയുന്നുണ്ട്, മഹാസമാധിയായ എൻ്റെ അച്ഛൻ്റെ സമാധി പൊളിച്ച് ഇത്തരത്തിൽ അപമാനിച്ച ആളുകൾക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഏത് പൗരൻ്റെയും അവകാശമാണ് അത് ദൂരീകരിക്കുക എന്നുള്ളത്, അല്ലേ? അതിനുവേണ്ടി ഭരണകൂടവും നിയമ സംവിധാനവും അയാളുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ ഇതുപോലെയുള്ള സമാധികൾ ഇനി ഉയരും. നമുക്കറിയാം, ഒരു ക്രൈം എങ്ങനെ ഒളിപ്പിക്കണം എന്ന ചിന്താഗതിയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം വരുന്ന ആളുകളും. ഒരു ക്രൈം ചെയ്താതെ എങ്ങനെ ഒളിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവരുടെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്രൈമിന്, ഒരു തട്ടിപ്പിന് കൂടി അവസരമാകും ഈ സമാധി തുറന്ന് പരിശോധിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളത് ഭരണകൂടത്തിന്റെ നിയമ സംവിധാനത്തെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തുറന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് തന്നെയാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കേസ് കൊടുത്ത ആൾക്കെതിരെ അല്ലെങ്കിൽ പരാതി കൊടുത്ത ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊന്നും ഒരു കാര്യമില്ല. അതിലൊന്നും നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് തന്നെ ആയാലും നാളെ മഹാസമാധി, ആരും അറിയാതെ സമാധിയായ മനുഷ്യനെ ഒരുപാട് പേരറിഞ്ഞ് ആചാര മര്യാദകളോട് കൂടിയിട്ട് വലിയ ആഘോഷമായിട്ട് ആചാര്യന്മാരുടെയും സന്യാസി വര്യന്മാരുടെയൊക്കെ നേതൃത്വത്തിലെ കർമ്മങ്ങളോട് കൂടിയിട്ട് മഹാസമാധിയായിട്ട് അടക്കാൻ തീരുമാനിച്ചിരിക്കുക നാളെ. അതൊരു വലിയൊരു ചടങ്ങ് തന്നെയായി മാറും. കാരണം ഒരുപാട് പേര് 4-5 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു, അല്ലേ? എന്താണ് ഇത് തട്ടിപ്പാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളം മുഴുവൻ കാതോർത്തിരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ആ സമാധി സ്ഥലത്തേക്കായിരിക്കും നമ്മുടെ മീഡിയ അറ്റൻഷൻ എല്ലാം ഉണ്ടാവുക. നമ്മുടെ ജനശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് തന്നെയായിരിക്കും. ഒരു കണക്കിന് ഈ 4-5 ദിവസം കൊണ്ട് ആ മക്കള് നേരിട്ട അപമാനത്തിനുള്ള ഒരു പരിഹാരമാണ് ഇതെന്ന് തോന്നുന്നു. കാരണം കുറച്ച് ആളുകളെങ്കിലും പറഞ്ഞു കേട്ടു ഈ സമാധി അങ്ങനെ ഉണ്ടാക്കിയത് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ മക്കൾ അങ്ങനെ ചിന്തിച്ചോന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചിന്തിക്കുകയായിരുന്നെങ്കിൽ 4 ആളെ കൂട്ടിയിട്ട് സമാധിയാക്കിയിരുന്നവർ ചെയ്യുക. 4 ആൾ അറിയട്ടെ സമാധിയായി എന്ന് വിചാരിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സമാധിയാക്കിയെന്ന് കരുതാൻ കഴിയില്ല. അത് അവരുടെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസം തച്ച് തകർക്കപ്പെട്ടപ്പോൾ അവർക്ക് സങ്കടം വന്നിട്ടുണ്ടാവും. ഈ 4-5 ദിവസം കൊണ്ട് അവരാകെ മാനസികമായിട്ട് തളർന്നു പോയൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തളർച്ചയ്ക്കൊക്കെ ഉള്ളൊരു നേട്ടമായിരിക്കും നാളത്തെ അവരുടെ അച്ഛൻ്റെ മഹാസമാധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇനി നാളെ മുതൽ അവിടെ ആ മഹാസമാധി ഉയരുന്നതോട് കൂടിയിട്ട് നാളെ മുതൽ അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തും, അല്ലെ? ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി. നമുക്കറിയാം, ഇതുവരെ ഇവർക്കെതിരെ സംസാരിച്ചിരുന്ന ആളുകൾ പോലും ഈ നിമിഷം മുതൽ അത് മാറ്റി പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ, ദിവ്യനായിട്ടുള്ള ഒരു മനുഷ്യന്റെ സമാധിയാണല്ലോ നമ്മൾ പൊളിക്കാൻ വേണ്ടി പറഞ്ഞത്, അല്ലെങ്കിൽ പൊളിക്കാൻ കൂട്ടുനിന്നത്. അത് ചെയ്യേണ്ടിയിരുന്നില്ല. എന്തിനാണ് ഒരു ചീപ്പ് ഈഗോയുടെ പേരിൽ, വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഇയാൾ എന്തിനുകൊണ്ട് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ പരാതി കൊടുത്ത ആൾക്കെതിരെയും ഇവർക്കെതിരെ നിന്ന ആളുകൾക്കെതിരെയൊക്കെ നമ്മുടെ സമൂഹം തിരിയുന്ന ഒരു കാഴ്ച വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജനങ്ങൾ അങ്ങനെ തന്നെയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമാധി സ്ഥലത്തേക്ക് ഇനി ആളുകൾ ഒഴുകി വരും. ഇവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണെങ്കിൽ കൂടിയിട്ട് അവർക്കൊരു ഗുണം ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾക്ക് ഒഴുകിയെത്താനുള്ള താല്പര്യം കൂടും. കാരണം ഇപ്പോൾ പല ന്യൂസ് ചാനലുകളും അത് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്, അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മക്കൾ പറഞ്ഞതൊക്കെ വളരെ സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ സത്യമായിട്ടുള്ള സംഭവമാണ് ഇയാൾ സമാധിയായി എന്നുള്ളത്. അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ആത്മാവിനെ ഉണർത്തി ബ്രഹ്മത്തിൽ ലയിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊക്കെ സത്യമാണ് എന്നുള്ളത് ഒരു വിഭാഗം ആളുകളെങ്കിലും ചിന്തിക്കും, വിശ്വസിക്കും. അവിടെയാണ് ഇവരുടെ വിജയം മാറാൻ പോണത്. ഇനി നാളെ മുതൽ ആ സ്ഥലത്തേക്ക്, ആ ദിവ്യൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പല പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ ആയിട്ട് ആളുകൾ വരും. കാരണം അദ്ദേഹത്തെ ഒരു ദിവ്യനായി കണ്ടു കഴിയുകയാണ് ഈ നിമിഷം മുതൽ. അതാണ് നമ്മുടെ സമൂഹം. നമുക്കറിയാം, ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം നമ്മൾ യൂട്യൂബിലൊക്കെ ദിവസം കാണുന്നതാണ്, റീൽസായിട്ടും പിന്നെ വീഡിയോസ് ആയിട്ടൊക്കെ കാണുന്നതാണ്. അതായത് വലിയ വലിയ സിനിമാ നടിമാരെ, ഗവർണർ, MLA മാരെ, MP മാരെ, മന്ത്രിമാരെ അവരൊക്കെ സ്വർണവും കൊണ്ടുവന്നു, ആ ക്ഷേത്രത്തിൽ സ്വർണവും കൊണ്ടുവന്നു എന്ന് പറഞ്ഞിങ്ങനെ വലിയ സ്വർണ്ണ കവചിതമായിട്ടുള്ളൊരു ക്ഷേത്രം, അല്ലേ? തൂണുകൾ വരെ സ്വർണ്ണ കവചിതമായിട്ടുള്ള ക്ഷേത്രത്തിൽ മഹാപൂജാരി നിന്നിവരെയൊക്കെ അനുഗ്രഹിക്കുന്നു, പുഷ്പാർച്ചന നടത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ റീൽസായിട്ടൊക്കെ യൂട്യൂബിൽ കണ്ട്.
അങ്ങനെ യൂട്യൂബിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ബന്ധു ഇതുപോലെ പുറത്ത് താമസിക്കുന്ന ആളാണ്. അവർ പ്ലെയിനിലാണ് വന്നത്. പ്ലെയിൻ ടിക്കറ്റ് അടക്കം ചിലവാക്കി അങ്ങനെ 1,00,000 രൂപയോളം ചിലവായി. അവിടുത്തെ വഴിപാടിന് മാത്രം 41 ദിവസത്തെ വഴിപാടിന് മാത്രം 60,000 രൂപയോളം, അത് 42,000 രൂപയും പ്ലസ് വേറെ എന്തൊക്കെയോ അനുബന്ധ കാര്യങ്ങളൊക്കെ കൂടി ഒരു 60,000 രൂപയോളം വഴിപാടിന് മാത്രം അവിടെ ചിലവായി. പിന്നെ പ്ലെയിൻ ടിക്കറ്റ് വേറെ, അങ്ങനെ 2 തവണ വന്നു പോയത് എല്ലാം കൂടി ചേർത്ത് 1,00,000 രൂപയോളം ഒക്കെ ചിലവായിട്ടുണ്ടാവും. അത്രയും, അതായത് അവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൂജ ചെയ്തതാണ്. അപ്പോൾ 3 വർഷത്തോളമായി അവരത് ചെയ്തിട്ട് ഇപ്പോഴും അവർക്ക് നിലവിൽ കുട്ടികളൊന്നുമില്ല. അവർ ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദൈവവും കൂടി ഒപ്പം ഇരിക്കട്ടെ എന്ന് ഇവരുടെ യൂട്യൂബിലുള്ള ഇത് കണ്ടിട്ട് അവിടെ പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും എന്നുള്ള ഒരു ഇതിൽ അവർ വന്നതാണ്. ഈ യൂട്യൂബ് വഴി അറിഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞല്ല, യൂട്യൂബ് വഴി. നമ്മളൊക്കെ യൂട്യൂബിൽ ദിവസം കാണുന്നുണ്ട്. ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു ഏട്ടാനിയന്മാർ നടത്തിയിരുന്ന ഒരു ചെറിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നത് നടക്കുമെന്ന് പറഞ്ഞ് പലരാൽ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് ഇപ്പോൾ അവിടെ ചെല്ലുന്നത്. ഒരുപാട് പേര് ദിവസം പ്രതി അവിടെ ചെല്ലുന്നു, ദിവസേന ചെന്ന് പ്രാർത്ഥിക്കുന്നു, വെളിച്ചപ്പെടലുണ്ടാവുന്നു, അവർ ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അവിടെ ഒരുപാട് തരത്തിലുള്ള വഴിപാടുകളൊക്കെ വലിയ വലിയ സംഖ്യയുടെ വഴിപാടാട്ടോ, ചെറുതൊന്നുമില്ല, ഒക്കെ വലിയ വലിയ സംഖ്യയുടെ വഴിപാടുകളൊക്കെ നടത്തുന്നു. ഒരുപാട് വരുമാനം വരുന്നു. ക്ഷേത്രം നാൾക്ക് നാൾ പുരോഗതി ഉണ്ടാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു തരം ഭക്തി മാർക്കറ്റിംഗ് ആണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. ഇതിനെതിരെ പറയുന്ന കുറേ അധികം ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ കുറഞ്ഞൊരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും, ദൈവത്തിന് എന്തിനാണെന്നേ കാശ്, കൈക്കൂലി എന്തിനാ, ദൈവത്തിന് എന്തിനാണ് പൈസ, എന്തിനാണ് കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ കാര്യം നേടുന്നത്, എന്തിനാണ്? ദൈവം നമ്മളെ സൃഷ്ടിച്ചു അല്ലേ, ആ ദൈവത്തിനറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും. അവിടുന്ന് പോരുമ്പോൾ അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്ക് ഇന്ന രീതിയിലാണ്. പിന്നെ ബാക്കി നമ്മുടെ പ്രവൃത്തിയിലും കൂടിയിട്ടാണ്. നമ്മൾ മറ്റൊരാൾക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവമോ തിന്മയോ ചിന്തിക്കുന്നില്ല. ശുദ്ധ മനസ്സോടുകൂടി നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടിയിട്ട് ഭഗവാൻ നമ്മുടെ വിളി കേൾക്കും എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെയും കൂടി ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിരുന്നാൽ, നമ്മളുടെ പ്രവർത്തികൾ നന്നായിരുന്നാൽ നമ്മൾ എപ്പോഴും നന്നായിരിക്കും. പക്ഷേ നമ്മളുടെ ആളുകളെന്ന് പറഞ്ഞാൽ എത്ര പഠിച്ച ആളുകളായാലും ശരി, ഒരുപാട് ഉന്നത പൊസിഷൻ അലങ്കരിക്കുന്ന ആളുകളായാലും ശരി, ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ എളുപ്പം വീഴും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഏതൊക്കെ ആളുകളായാലും, പണമുള്ള ആളുകളായാലും പണമില്ലാത്തതായാലും ഉന്നത ജോലിയുള്ള ആളുകളായാലും ഒക്കെ, അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ട് ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോഴാണ് ഈ അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ ഓടിച്ചെല്ലുന്നതും. ക്ഷേത്രങ്ങളിലൊക്കെ കിലോ കണക്കിന് സ്വർണം കൊണ്ടിട്ടാൽ, ഇതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വഴിപാടുകൾ നടത്തിയാലും ഒക്കെ ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കും, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുമെന്ന് ചിന്തിച്ച് ഓടിച്ചെല്ലണം, നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കും കൊണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുചെന്ന് ക്യൂ നിന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ എന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അവരുടെ കർമ്മയോഗം കൊണ്ട് അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷേ അത് അപ്പം നമ്മൾ ചിന്തിക്കുന്ന അവിടെ പോയതുകൊണ്ടാണ്, അവിടെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ആളോട് പറയുകയാണ് ഞാൻ ഇന്നോടെ പോയതുകൊണ്ട് എൻ്റെ ഇന്ന കാര്യം നടന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി കൂടെ അതിലേക്ക് ആകർഷണമാവുകയാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സമാധി അവിടെ ഉയരുമ്പോൾ നാളെ ഇതുപോലെയുള്ള ആളുകൾ അവിടെ ചെന്ന് കുമ്പിടും. ജീവിക്കാൻ ഒരു വരുമാന മാർഗമായി മാറും. അത് അവർക്കൊരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ കാര്യമായിട്ട് ആളുകളൊന്നും വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്കും കൂടിയിട്ട് ഈ ഒരു സമാധി കാരണമായി മാറുന്നതാണ് ഇപ്പോഴത്തെ ഒരു തോന്നൽ. സ്വാഭാവികമായിട്ട് അത് സംഭവിക്കും. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. എന്തു തന്നെയായാലും ആ ഇത്രയും ദിവസത്തെ അവരുടെ കഷ്ടപ്പാടും അലച്ചിലും നാണക്കേടും എല്ലാം മാറി നാളെ മുതൽ അവരുടെ നല്ല കാലം തെളിയുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതെല്ലാം ആ അച്ഛൻ കാരണമാണ്. അച്ഛൻ ദിവ്യനാണെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റും ഇനി കാണാൻ കഴിയില്ല.